ഹായ് ഗൈസ്, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൗഡർ അത് എങ്ങനെ നമ്മുടെ കൈകളിൽ എത്തുന്ന നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മഞ്ഞൾ ചെടി വെച്ച് അതിൻ്റെ വേര് ആയി 5-6 മാസങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് നിറയെ മഞ്ഞൾ പറിച്ചെടുക്കാവുന്നതാണ്. നനവുള്ള മണ്ണിൽ നിറയെ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. അത് കിളിച്ചെടുത്ത് ചെടിയിൽ നിന്നും മഞ്ഞൾ അടർത്തി മാറ്റി കഴുകാൻ വയ്ക്കുന്നു. കഴുകി തോർന്നതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ മഞ്ഞൾ കഷ്ണങ്ങൾ ഇട്ട് 5 മിനിറ്റ് തിളപ്പിച്ച് വയ്ക്കുന്നു. വെള്ളം തിളപ്പിക്കുന്നത് മണ്ണിലെ ബാക്ടീരിയകൾ പോകുന്നതിനും മഞ്ഞളിലെ മണ്ണിൻ്റെ അംശം മാറുന്നതിനുമാണ്. ഈ മഞ്ഞൾ ചെറു ചൂടോടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിയണം. ഉണക്കാൻ വയ്ക്കുന്നു. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മിക്സിയിലിട്ടോ മില്ലിൽ കൊടുത്തോ പൊടിയാക്കുന്നു. ഈ മഞ്ഞൾപ്പൊടി കറികളിലും മുഖ സൗന്ദര്യത്തിനും ആയുർവേദ മരുന്നുകളിലും ചേർത്ത് വരുന്നു. അങ്ങനെ ഭൂമിയിലെ സ്വർണ്ണക്കെട്ടി മലയാളികളുടെ മാത്രമല്ല മറുനാടുകളിലും അങ്ങനെ വിലസി നടക്കുന്നു. കുട്ടികളിൽ അലർജിക്ക് മഞ്ഞൾ പൗഡർ വെള്ളത്തിൽ ചാലിച്ച് ഉപയോഗിച്ചു വരുന്നു. കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഇത് ഉപയോഗിക്കുന്നു. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനും മഞ്ഞൾപ്പൊടി നെയ്യിൽ ചേർത്ത് ഉപയോഗിക്കുന്നു. രക്തശുദ്ധി വരുത്തുന്നതിനും മഞ്ഞൾ നല്ല ഒരു ഔഷധമാണ്. മുഖ സൗന്ദര്യത്തിന് മഞ്ഞൾ പൗഡർ തേനിൽ ചാർച്ച് ഉപയോഗിക്കുന്നു. മുടിനാരുകളുടെ വളർച്ച ഇല്ലാതാക്കുന്നതും മഞ്ഞൾപ്പൊടി ഉത്തമമാണ്. മഞ്ഞൾ ചെടിയുടെ ഇല ചതച്ച് ആവി പിടിക്കുന്നതും ബാക്ടീരിയ സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിന് ഉത്തമമാണ്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.